അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ ആഴ്ച പഠിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ പേജ് 35 മുതൽ 37 വരെയുള്ള പാഠഭാഗങ്ങളാണ്. അതിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കലണ്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഓഗസ്റ്റ് മാസത്തിലെ ഒരു കലണ്ടർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 34ാമത്തെ പേജിലുണ്ട് അല്ലേ? ആ കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി ഒന്ന് പരിശോധിക്കുകയാണ്. നോക്കൂ, ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് നുലാഹിദു തഖ്വീമ വ നക്തശിഫുൽ അയ്യാം എന്നാണ്. കലണ്ടർ നോക്കിയിട്ട് ഇനി പറയുന്ന ദിവസങ്ങൾ കണ്ടെത്തുക എന്നാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് കണ്ടെത്തേണ്ടത് നോക്കൂ. ഒന്ന് യൗമുൽ ഇസ്തിഖ്ലാൽ, അതെന്നാണ് എന്ന് കണ്ടെത്തണം. ആ ദിവസത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ? യൗമു ബിദായത്തി റിഹ്ല, അതാണ് രണ്ടാമത് കണ്ടെത്തേണ്ടത്. യൗമു ബിദായത്തി റിഹ്ല എന്ന് പറഞ്ഞാൽ അവർ ഡൽഹിയിലേക്കുള്ള ആ യാത്ര ആരംഭിച്ച ദിവസം, അത് ഏതാണ് എന്ന് കണ്ടെത്തണം. പിന്നെ മൂന്നാമത്തത് അയ്യു യൗമിൻ ഉല അഗസ്തസ് ഉല വസലാസീൻ മിൻ ഷഹ്രി അഗസ്തസ്, 31-ാം തീയതി, ആഗസ്റ്റ് 31 ഏത് ദിവസമാണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ നാലാമത്തത് യൗമുൽ വുസൂൽ ഇലാ ഡൽഹി, ഡൽഹിയിലേക്ക് എത്തിയ ദിവസം ഏതാണ് എന്നും കണ്ടെത്തണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, സ്വാതന്ത്ര്യദിനം, ഒരു ഡൽഹിയിലേക്കുള്ള യാത്ര ആരംഭിച്ച ദിവസം, ഓഗസ്റ്റ് 31 എന്നാണെന്ന് കണ്ടെത്തണം, ഡൽഹിയിൽ അവരെത്തിയ ദിവസം എന്നാണ് എന്നും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആ കലണ്ടറിലേക്ക് ഒന്ന് പോകാം. എന്നിട്ട് ആ കലണ്ടറിൽ നിന്ന് നിങ്ങൾ ആ ദിവസങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് അല്ലേ? നോക്കൂ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ ദിവസം നോക്കൂ. ഒന്നാമത്തെ യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 15 അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തത് അവർ യാത്ര തുടങ്ങിയത് എന്തായിരുന്നു? ആ നോട്ടീസിൽ പറഞ്ഞതനുസരിച്ച് അവർ യാത്ര തുടങ്ങുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി ഏത് ദിവസം? യൗമുൽ ഇസ്നൈൻ. 15-ാം തീയതി യൗമുൽ സബത്താണ് അല്ലേ? സ്വാതന്ത്ര്യദിനം യൗമുൽ സബത്തിലാണ് വരിക. അതുപോലെ തന്നെ യാത്ര തുടങ്ങിയത് 10-ാം തീയതി. 10-ാം തീയതി ഏതാ ദിവസം? യൗമുൽ ഇസ്നൈൻ. യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. ഇനി ഓഗസ്റ്റ് 31 അതേതാ ദിവസം? അതും യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ് അല്ലേ? പിന്നെ വുസൂൽ ഇലാ ഡൽഹി, 10-ാം തീയതി അവർ പുറപ്പെട്ട് ഡൽഹിയിലെത്തുന്നത് 12-ാം തീയതിയാണ്. 12-ാം തീയതി ഏതാ ദിവസം? യൗമുൽ അർബിഅ. അപ്പോൾ ഈ കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും: യൗമുൽ ഇസ്തിഖ്ലാൽ യൗമുൽ സബത്ത്, യൗമു ബിദായത്തി റിഹ്ല യൗമുൽ ഇസ്നൈൻ, ആഗസ്റ്റ് 31 യൗമുൽ ഇസ്നൈൻ, യൗമുൽ വുസൂൽ ഇലാ ഡൽഹി യൗമുൽ അർബിഅ. ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതി ചേർക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള പ്രവർത്തനത്തിലേക്ക് പോകാം. ഇതിൽ ഈ സൈഡിലെ പ്രവർത്തനങ്ങൾക്ക് വലതുഭാഗത്തെ സൈഡിൽ എന്താ ചെയ്യാനുള്ളത്? ഇതും കലണ്ടർ നോക്കിക്കൊണ്ട്, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ കലണ്ടർ നോക്കിക്കൊണ്ട് ഇനി കണ്ടെത്താനുള്ള എന്താ കണ്ടെത്തേണ്ടത്? നക്തശിഫ് അയ്യാമൽ ഉത്തുല, അവധി ദിവസങ്ങളാണ് കണ്ടെത്തേണ്ടത്. അയ്യാമുൽ ഉത്തുല എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങൾ. അപ്പോൾ കലണ്ടറിലുള്ള അവധി ദിവസങ്ങൾ അഥവാ ചുവന്ന അടയാളം ഉള്ള ദിവസങ്ങൾ നോക്കുക. കലണ്ടറിൽ ചുവന്ന ദിവസങ്ങൾ ഏതൊക്കെയുണ്ട് അല്ലേ? യൗമുൽ അഹദ് മൊത്തം ചുവപ്പാണ്. പിന്നെ അവിടെ ഈ യൗമുൽ സബത്തിലൊക്കെ 8, 15, 29, 14, 27, 27, 28 അല്ലേ? ഇതൊക്കെ അവധി ദിവസങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എഴുതാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. എത്രയേ ഉള്ളൂ? 4 ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സൗകര്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള 4 അവധി ദിവസങ്ങൾ എടുത്തിട്ട് അത് ഇവിടെ എഴുതുക. ആ ഡേറ്റ് ഇവിടെ എഴുതുക, ആ ദിവസത്തിനുള്ള പേര് ഇവിടെ എഴുതുക. ഉദാഹരണമായിട്ട് മാഷ് ചെയ്തതൊന്ന് കാണിക്കാം. നോക്കൂ,
ഇവിടെ മാഷ് 4 ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. 2-ാം തീയതി എടുത്തിട്ടുണ്ട്, അന്ന് യൗമുൽ അഹദാണ്, ഞായറാണ്. 14-ാം തീയതി എടുത്തിട്ടുണ്ട്, അന്ന് യൗമുൽ ജുമുഅയാണ്. 27-ാം തീയതി എടുത്തിട്ടുണ്ട്, അന്ന് യൗമുൽ ഖമീസാണ്. 29 അവധിയാണ്, അന്ന് യൗമുൽ സബ്താണ്. ഇങ്ങനെ 4 ദിവസമാണ് മാഷ് എടുത്തിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ നോക്കുക. ഇതല്ലെങ്കിൽ വേറൊരു ദിവസം എടുത്താലും മതി. ഓക്കെ, അവധി ദിവസമാവണം എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇതിലുള്ള അടുത്ത പ്രവർത്തനം. ഇനി നോക്കൂ, ഈ സൈഡിലെ ഇടതുഭാഗത്തുള്ള പ്രവർത്തനം. ഇത് 3 പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം ചെയ്യാണ്ട്. എന്താണൊന്ന് ഒന്ന് വായിച്ചു നോക്കൂ. നുഇദ്ദു അത്തഖ്വീമ ലിശഹ്രി ഡിസംബർ. എന്താണ്? തഖ്വീം തയ്യാറാക്കാനാണ്. അപ്പോൾ എല്ലാവരും ഒരു തഖ്വീം, ഒരു കലണ്ടർ തയ്യാറാക്കണം. തഖ്വീം എന്ന് പറഞ്ഞാൽ കലണ്ടർ. അപ്പോൾ കലണ്ടർ തയ്യാറാക്കണം. ഏത് മാസത്തിൻ്റെ? ലിശഹ്രി ഡിസംബർ. ഇപ്പോൾ വരാൻ പോകണം, ഇപ്പോൾ ഇത് ഒക്ടോബർ ആണ് അല്ലേ? നവംബർ കഴിഞ്ഞ് ഡിസംബർ മാസത്തെ, ഈ വർഷത്തെ 2021 ഡിസംബറിലെ ഒരു കലണ്ടർ തയ്യാറാക്കണം. വീട്ടിലൊക്കെ കലണ്ടർ ഉണ്ടാകുമല്ലേ? തഖ്വീം ഉണ്ടാകും എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ ആ കലണ്ടർ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ ആ ഡിസംബർ മാസത്തെ ഒരു കലണ്ടർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു പേജിൽ വൃത്തിയായിട്ട് വരയ്ക്കുക, തയ്യാറാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ കലണ്ടർ ചെയ്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. വനിർസുമുദ്ദായിറ, ഒരു വൃത്തം വരക്കണം, വട്ടം വരയ്ക്കണം. ചില ദിവസങ്ങൾക്ക് ചുറ്റും, ചില ഡേറ്റിൻ്റെ ചുറ്റും, ചില തീയതികൾക്ക് ചുറ്റും വട്ടം വരക്കണം. ഹൗല അയ്യാമിൽ ഇഹ്തിഫാലാത്തിൽ മുഹിമ്മ, പ്രധാനപ്പെട്ട ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ആചരണ ദിവസങ്ങൾ, ദിനാചരണങ്ങൾക്ക്, പ്രധാനപ്പെട്ട ദിനാചരണങ്ങളുടെ തീയതിക്ക് ചുറ്റും എന്ത് ചെയ്യണം? വട്ടം വരക്കണം. എന്നിട്ട് വനുഇദ്ദു കശ്ഫൻ ലഹ, അതിൻ്റെ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കും വേണം. ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ, ആ തീയതിയും അതിൻ്റെ പ്രത്യേകതയും. ഉദാഹരണമായിട്ട് ഇവിടെ 18 എന്നുള്ള ഡിസംബർ 18 എന്ന് പറഞ്ഞൊരു ദിവസം ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ യൗമുൽ ആലമിയു ലില്ലുഗത്തിൽ അറബിയ. ഇതുപോലെ വേറെയും പ്രത്യേകതകളുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് പോകാം. അതിനുവേണ്ടി മാഷ് തയ്യാറാക്കിയ ഒരു കലണ്ടർ കാണിച്ചു തരികയാണ്. ഓക്കെ, ഡിസംബർ 2021 കലണ്ടർ മാഷ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു കലണ്ടർ തയ്യാറാക്കണം. തയ്യാറാക്കിയതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യണം? അടുത്ത പണി എന്താണ്? പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുടെ ചുറ്റും വൃത്തം വരക്കണം, വട്ടം വരക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? തീയതികൾക്ക് ചുറ്റും വട്ടം വരക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് തീയതികൾ മാഷ് പിന്നെ ഈ മാസത്തിലെ ചില ദിവസങ്ങളുടെ പ്രത്യേകതകൾ മാഷ് പറയാം. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡേറ്റിൻ്റെ ചുറ്റും വട്ടം വരയ്ക്കണം. ഉദാഹരണമായിട്ട് ഈ മാസം ഡിസംബർ മാസത്തിൽ 18-ാം തീയതിയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പാഠഭാഗത്ത് പറഞ്ഞു. എന്താണ്? അൽ യൗമുൽ ആലമിയു ലില്ലുഗത്തിൽ അറബിയ. അപ്പോൾ ഈ 18 എന്നുള്ള തീയതിക്ക് ചുറ്റും ലോക അറബി ഭാഷാ ദിനം. ലോക അറബി ഭാഷാ ദിനമാണ് ഡിസംബർ 18. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അറബി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ? അതുകൊണ്ട് ആ 18 എന്നുള്ള തീയതിയിൽ നിങ്ങൾ വൃത്തം വരക്കണം. ഇനി വേറൊരു ദിവസം, അത് എന്നാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, യൗമു മീലാദിൽ മസീഹ്. അതെന്താണ്? യൗമു മീലാദിൽ മസീഹ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്. ക്രിസ്തുമസ് എന്നാണ് ഡിസംബർ 25. അപ്പോൾ 25 എന്നുള്ളതിന് അവിടെ വൃത്തം വരക്കണം. പിന്നെ വേറൊരു ദിവസമുണ്ട്, അൽ യൗമുൽ ആലമിയു ലി ഹുഖൂഖിൽ ഇൻസാനിയ, ലോക മനുഷ്യാവകാശ ദിനം. അൽ യൗമുൽ ആലമിയു ലി ഹുഖൂഖിൽ ഇൻസാനിയ എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യാവകാശ ദിനം. അതെന്നാണ്? അതും ഡിസംബർ മാസത്തിലാണ്. ഏതാ തീയതി എന്നറിയാമോ? ലോക മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10 അപ്പോൾ 10നും ഇവിടെ വട്ടം വരയ്ക്കണം. പിന്നെ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് യൗമുൽ മുസാരിഉൽ വത്വനി എന്നാണ്. യൗമുൽ മുസാരിഉൽ വത്വനി, ദേശീയ കർഷക ദിനം. എന്നാ ദേശീയ കർഷക ദിനം? ദേശീയ കർഷക ദിനം ഡിസംബർ 23-നാണ്. അപ്പോൾ 23 എന്നുള്ള തീയതിയും വട്ടം വരയ്ക്കണം. ഇതാണ് ഈ കലണ്ടറിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി,
ഒരു കലണ്ടർ നോട്ട് ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് ആ കലണ്ടറിൽ മാഷ് ഇവിടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 വരച്ചിട്ടുണ്ട്, 18 വരച്ചിട്ടുണ്ട്, 25 വരച്ചിട്ടുണ്ട്, 23 വരച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ വരയ്ക്കുക. ഇനി ഈ വരച്ചാൽ മാത്രം പോരാ, ഈ വരച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുകൂടി എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ താഴെ ഒരു ലിസ്റ്റ് ചെയ്യണം, ഈ ദിവസങ്ങളുടെ പ്രത്യേകത. അത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണം, നോട്ട് ബുക്കിലും ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാഷൊന്ന് കാണിക്കാം. ഇതാണ് ആ ദിവസങ്ങളുടെ പ്രത്യേകത മാഷ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിലേക്ക് കൂടി പകർത്തി എഴുതണം. അതിൽ 18 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 25-ാം തീയതിൻ്റെ പ്രത്യേകത യൗമു മീലാദിൽ മസീഹ്, ക്രിസ്തുമസ്. അതിന് അറബി പറയുന്ന വാക്കാണ് യൗമു മീലാദിൽ മസീഹ്. 10-ാം തീയതിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലോക മനുഷ്യാവകാശ ദിനം, അൽ യൗമുൽ ആലമിയു ലി ഹുഖൂഖിൽ ഇൻസാനിയ. 23-ാം തീയതിയുടെ പ്രത്യേകത യൗമുൽ മുസാരിഉൽ വത്വനി, ദേശീയ കർഷക ദിനം. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പേജിൽ നിന്ന് 35-ാമത്തെ പേജിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. 35-ാമത്തെ പേജിൽ നമുക്ക് ഈ 3 പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ 36-ാമത്തെ പേജ്. 36-ാമത്തെ പേജിൽ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത് ചില സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? വളരെ ശ്രദ്ധിക്കണം, ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നുഖാരിനു ബൈനൻ നിഖാത്തി വൽ ഫിഖ്റ. നമ്മൾ ഈ രണ്ടും ആദ്യത്തെ ഭാഗത്ത് 3 സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് അൽ യൗമുൽ ആലമിയു ലിൽ ലുഗത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പും കൊടുത്തിട്ടുണ്ട്. ഈ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സൂചകങ്ങൾ കൊടുത്തിട്ടുള്ളത്, അൽ ഇഷാറ സൂചകങ്ങൾ. ഒരു സൂചകം എന്താണ്? അത്താമിന അശറ മിൻ ഷഹ്രി ഡിസംബർ, ഡിസംബർ 18-ാം തീയതി എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഡിസംബർ 18-ാം തീയതി. അപ്പം എന്താണ്? ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 18-ാം തീയതിയാണ് നമ്മൾ കലണ്ടറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത സൂചകം യതകല്ലമു ബിഹ മലായീനു മിനന്നാസ്. ഈ ഭാഷ മില്യൺ കണക്കിന് ആളുകൾ സംസാരിക്കുന്നു. ലോകത്ത് മില്യൺ കണക്കിന് ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നുണ്ട്. മില്യൺ കണക്കിന് പറഞ്ഞാൽ ലോകത്ത് 23 രാജ്യങ്ങളിൽ, അത് ഔദ്യോഗിക 22 രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയാണ് അറബി. 22 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയാണ് അറബി. ഔദ്യോഗിക ഭാഷയ്ക്ക് ലൊഗത്തുൻ റസ്മിയ എന്ന് പറയും. ഔദ്യോഗിക ഭാഷ ലൊഗത്തുൻ റസ്മിയ. അതാണ് 3-ാമത്തെ സൂചന. ഈ സൂചനകൾ വെച്ചുകൊണ്ട് അറബി ഭാഷാ ദിനത്തെക്കുറിച്ചൊരു കുറിപ്പുണ്ട്, ഇടത് ഭാഗത്ത് എഴുതിയിട്ട് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. ഹെഡിങ് നോക്കൂ, അൽ യൗമുൽ ആലമിയു ലിൽ ലുഗത്തിൽ അറബിയ. ഒരു ഹെഡിങ് ഉണ്ടാവണം അല്ലേ? അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം? ഈ പാഠഭാഗം ഇതൊന്ന് ഈ ദിനം നോട്ട് ബുക്കിലേക്ക് ഈ കുറിപ്പൊന്ന് പകർത്തിയെടുക്കണം. ഓക്കെ. യുഹ്തഫലുൽ യൗമുൽ ആലമിയു ലിൽ ലുഗത്തിൽ അറബിയത്തി ഫി 18 മിൻ ഷഹ്രി ഡിസംബർ. എന്താ പറയുക? യുഹ്തഫലു എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു എന്നൊക്കെയാണ്. അൽ യൗമുൽ ആലമിയു ലിൽ ലുഗത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്നു. ഫി 18 മിൻ ഷഹ്രി ഡിസംബർ, ഡിസംബർ 18-ാം തീയതി. അപ്പോൾ ഡിസംബർ 18-ാം തീയതി, ഡിസംബർ മാസം 18-ാം തീയതിയാണ് ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം അൽ ലുഗത്തുൽ അറബിയത്തു ലുഗത്തുൻ ജമീലത്തുൻ. അറബി ഭാഷ എന്നത് ഒരു ഭംഗിയുള്ള ഭാഷയാണ്. ലുഗത്ത് എന്ന് പറഞ്ഞാൽ ഭാഷ, ജമീലത്ത് ഭംഗിയുള്ള. വഹിയ ലുഗത്തുൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ ഭാഷ കൂടിയാണ്. വഹിയ ലുഗത്തുൽ ഖുർആൻ, അത് ഖുർആന്റെ ഭാഷ കൂടിയാണ്. അപ്പോൾ അറബി ഭാഷ ഭംഗിയുള്ള ഭാഷയാണ്, ഖുർആനിൻ്റെ ഭാഷ കൂടിയാണ്. യതകല്ലമു ബിഹ, ആ ഭാഷ സംസാരിക്കുന്നു. മലായീനു മിനന്നാസ്, മില്യൺ കണക്കിന് ആളുകൾ. ഫി അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അൻഹാഉൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ. അൻഹാ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. ഫി അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ ഭാഗങ്ങളിലുള്ള മില്യൺ കണക്കിന് ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നു. വഹിയ ലുഗത്തുൻ റസ്മിയ, ഇത് ഒരു ഔദ്യോഗിക ഭാഷയാണ്. ലുഗത്തുൻ റസ്മിയ ഔദ്യോഗിക ഭാഷയാണ്. ഫി 22, 22
ഇസ്നത്തൈനി വൈശ്രീ എന്ന് പറഞ്ഞാൽ 22 ദൗല രാഷ്ട്രങ്ങൾ. ദൗലത്ത് പറഞ്ഞാൽ രാജ്യം. അപ്പോൾ 22 രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗിക ഭാഷയാണ്. അപ്പോൾ ദൗലത്ത് പറഞ്ഞാൽ രാജ്യം. അപ്പോൾ ഈ കുറിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക, എന്നിട്ട് അതൊന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കണം. ഇനി ഇതിന് ശേഷമുള്ളത് നമ്മൾ ചെയ്യാനുള്ളതാണ്. നമുക്ക് അതിൻ്റെ താഴെ അല്ലേ, ഇതെന്തിനെ കുറിച്ചാണ് ഈ കുറിപ്പ്? നുഅദ്ദുൽ ബയാൻ, ഒരു ബയാൻ തയ്യാറാക്കുക എന്നാണ്. ഈ മുസാഅദത്തിൻ നുഖാത്ത്, ഈ പോയിന്റുകൾ, സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബയാൻ തയ്യാറാക്കണം. അത് ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാകില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് നോട്ട് ബുക്കിൽ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണ്ട കേട്ടോ, നോട്ട് ബുക്കിലേക്ക് ചെയ്യാം. എന്തിനെ പറ്റിയിട്ടാണ്? ഈ ചിത്രം കണ്ടാൽ അറിയാം. ആരുടെ ചിത്രമാണിത്? ഇത് PN പണിക്കർ അല്ലേ. PN പണിക്കരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഏത് ദിവസമാണ്, ഏത് ദിവസവുമായി ബന്ധപ്പെട്ടാണ്? വായനാ ദിനം, യൗമുൽ ഖിറാഅ എന്നാണ് അറബി പറയാം. ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ, ഇതുപോലൊരു ഹെഡിങ് നിങ്ങൾ എഴുതിയിട്ട് വായനാ ദിനത്തെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, വായനാ ദിനത്തെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കണം. എന്തൊക്കെയാണ് സൂചനകൾ? ആ വായനാ ദിനം എന്നാണ്? ഒന്നാമത്തെ സൂചന യൂനിയു 19 എന്നാണത്. ജൂൺ 19 വായനാ ദിനം. അന്ന് നടക്കുന്നൊരു കാര്യമാണ് അടുത്തത് മുസാബഖത്തുൽ ഖിറ, വായനാ മത്സരം എന്നാണ്. മുസാബഖത്തുൽ ഖിറ എന്നാണ് വായനാ മത്സരം. അടുത്തത് മുസാബഖത്തു ഇഖ്തിബാരിൻ മൂജസ്, ക്യൂസ് മത്സരം. മുസാബഖത്തു ഇഖ്തിബാരിൻ മൂജസ് എന്ന് പറഞ്ഞാൽ ക്യൂസ് മത്സരം. അപ്പോൾ വേറൊന്ന് എന്താണ്? തിദ്കാർ PN പണിക്കർ, PN പണിക്കരുടെ സ്മരണ. തിദ്കാർ എന്ന് പറഞ്ഞാൽ സ്മരണ, സ്മൃതി. അപ്പോൾ ഓർമ്മ, PN പണിക്കരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണിത്. തസവ്വുദ് സഖാഫ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക അഭിവൃദ്ധി എന്നാണ്. തസവ്വുദ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, മെച്ചപ്പെടുത്തുക. സഖാഫ എന്ന് പറഞ്ഞാൽ സംസ്കാരം. അപ്പോൾ സംസ്കാരത്തിൻ്റെ വർധനവ്, അഭിവൃദ്ധി, സാംസ്കാരിക അഭിവൃദ്ധി. അടുത്തത് തൗഇയ്യത്തുൻ അൻ അഹമ്മിയത്തിൽ ഖിറാഅ. ആ ദിവസം നടക്കുന്ന ഒരു സംഗതി എന്താണ്? തൗഇയ്യത്ത്, ബോധവൽക്കരണം. അൻ അഹമ്മിയത്തിൽ ഖിറാഅ, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം. ഇത്രയും പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വായനാ ദിനത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായിട്ട് മാഷ് തയ്യാറാക്കിയ ഒരു വായനാക്കുറിപ്പ് മാഷ് കാണിച്ചു തരാം. യൗമുൽ ഖിറാഅനെ പറ്റി മാഷ് എഴുതിയ ഒരു, മാഷ് തയ്യാറാക്കിയ കുറിപ്പാണിത്. ഇത് മാഷ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളിത് നോട്ട് ബുക്കിൽ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ യൗമുൽ ഖിറാഅ വായനാ ദിനം. യുഹ്തഫലു യൗമുൽ ഖിറാഅത്തി ഫി യൂനിയു 19. വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ 19 അല്ലെങ്കിൽ ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തത് ഹുവ യൗമു തിദ്കാരി PN പണിക്കർ. അത് PN പണിക്കരുടെ സ്മൃതി ദിനമാണ്. യൗമു എന്ന് പറഞ്ഞാൽ ദിനമാണ്, തിദ്കാർ ഓർമ്മ, സ്മൃതി. അപ്പോൾ PN പണിക്കരുടെ സ്മൃതി ദിനമാണ് ആ ജൂൺ 19. അടുത്തത് തജ്രി ഫി ദാലിക്കൽ യൗമി, ആ ദിവസം നടക്കുന്നു ബറാമിജ മുഖ്തലിഫ, വ്യത്യസ്ത പരിപാടികൾ, പ്രോഗ്രാമുകൾ. ബറാമിജ എന്ന പ്രോഗ്രാം. അപ്പോൾ ആ ദിവസം വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നു. അതുപോലെ മിസില മുസാബഖത്തിൽ ഖിറാഅ, വായനാ മത്സരം പോലെ. അപ്പോൾ മുസാബഖത്തിൽ ഇഖ്തിബാരിൽ മൂജസ്, ക്വിസ് മത്സരം പോലെ. വഗൈരിഹ, മറ്റ് മത്സരങ്ങളൊക്കെ അന്ന് നടക്കുന്നു. വകദാലിക, അതുപോലെ തന്നെ തജ്രി, അന്ന് നടക്കും തൗഇയ്യത്തുൻ, ബോധവൽക്കരണം. അൻ അഹമ്മിയത്തിൽ ഖിറ, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അന്ന് നടക്കുന്നു. അന്നൽ ഖിറാഅത്ത, തീർച്ചയായും വായന, തുസാഇദുൽ ഇൻസാന, മനുഷ്യനെ സഹായിക്കുന്നു. ഈ തസവ്വുദി സഖാഫ, സംസ്കാരം മെച്ചപ്പെടുത്താൻ, മനുഷ്യൻ്റെ സംസ്കാരം മെച്ചപ്പെടുത്താൻ, നന്നാക്കാൻ വായന മനുഷ്യനെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടാണ് മാഷിദ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട് ബുക്കിലും യൗമുൽ ഖിറാഅ എന്ന് പറയുന്ന ഹെഡിങ് എഴുതിയിട്ട് ഇതുപോലത്തെ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതാണ് 36-ാമത്തെ പേജിലെ
ഈ പ്രവർത്തനം. ഇനി നമുക്ക് 37-ാമത്തെ പേജിലേക്ക് പോകാം. 37-ാമത്തെ പേജിൽ ഇനി ഇതാ ആദ്യം കൊടുത്തിട്ടുള്ളത് യോമു ഈദുൽ അത്ഫാൽ. ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ഇതാരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് എന്താണ്? ശിശുദിനം. അതിന് അറബി പറയുന്ന വാക്കാണ് ഈദുൽ അത്ഫാൽ. യോമു ഈദുൽ അത്ഫാൽ എന്ന് പറയുന്നത്. ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ശിശുദിനം. യോമു ഈദുൽ അത്ഫാൽ, ശിശുദിനം. അപ്പോൾ ശിശുദിനത്തിൻ്റെ വാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹെഡിങ് ഇവിടെ എഴുതുക, യോമു ഈദുൽ അത്ഫാൽ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കുറിപ്പ് ശിശുദിനത്തെക്കുറിച്ച് ചെയ്യണം. ഓക്കെ, ഇതിലുള്ള പോയിന്റുകൾ ഇതാണ്. മീലാദു ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. മീലാദ് പറഞ്ഞാൽ ജന്മദിനം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. ഇനി അടുത്തത് തൗഇയത്തുൻ അൻ ഹുഖൂഖിൽ ഔലാദ്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം. തൗഇയത്ത് വായനൻ്റെ ഇതിൽ നമ്മൾ പഠിച്ചു അല്ലേ. തൗഇയത്ത് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം. അൻ ഹുഖൂഖിൽ ഔലാദ്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്. അപ്പം അന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം. അതെന്നാണ്? നവംബർ 14 ശിശുദിനം. ഇനി അടുത്തത് യലഉൽ വുറൂദ അലൽ മലാബിസ്. യലഉൽ വുറൂദ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ. വുറൂദ് പറഞ്ഞാൽ റോസാപ്പൂക്കൾ. അത് വെക്കും അലൽ മലാബിസ്, വസ്ത്രങ്ങളിൽ അല്ലേ. ജവഹർലാൽ നെഹ്റു വസ്ത്രത്തിൽ പനിനീർ പൂക്കൾ വെക്കാറുണ്ടായിരുന്നു, റോസാപ്പൂക്കൾ വെക്കാറുണ്ടായിരുന്നു. വുറൂദ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ, പനിനീർ പൂ. പിന്നെ അതുപോലെ തന്നെ എൽബസു സിയ നെഹ്റു. ആ ദിവസം ശിശുദിനത്തിൽ എന്തൊക്കെ ചെയ്യും? എൽബസു, അണിയും, സിയ നെഹ്റു, നെഹ്റുവിൻ്റെ വേഷം അണിയും കുട്ടികൾ അല്ലേ. അടുത്ത പോയിന്റ് കാന യുഹിബുൽ അത്ഫാൽ, അദ്ദേഹം കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ ശിശുദിനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അത് മാഷ് തയ്യാറാക്കിയ കുറിപ്പ് മാഷൊന്ന് കാണിക്കാം. നിങ്ങളും ഇതുപോലെ ചെയ്യാം. നമുക്ക് ഈ പോയിന്റുകൾ വെച്ച് മാഷ് യൗമു ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതി കൊടുത്താണ്. നിങ്ങളിത് നോട്ട് ബുക്കിലാണ് ചെയ്യേണ്ടത്. യൗമു ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ശിശുദിനം. യുഹ്തഫലു യൗമു ഈദുൽ അത്ഫാൽ ഫി നവംബർ 14. എന്താണ് ശിശുദിനം? നവംബർ 14 ശിശുദിനം ആചരിക്കുന്നത്. അതിൻ്റെ അറബിയാണ് ഇപ്പോൾ എഴുതിയത്. നവംബർ 14 ശിശുദിനം ആചരിക്കുന്നത്. യുഹ്തഫലു യൗമു ഈദുൽ അത്ഫാൽ ഫി നവംബർ 14. അടുത്തത് ഹുവ യൗമു മീലാദി ജവഹർലാൽ നെഹ്റു. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. ഇതിലെ പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിലെ പോയിന്റുകളൊക്കെ വരണം. ഇതിൽ കൊടുത്ത പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വക്കാന യുഹിബുൽ അത്ഫാല കസീർ, അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. തജ്രി ഫി ദാലിക്കൽ യൗമി, ആ ദിവസം നടക്കും ബറാമിജ മുഖ്തലിഫ, വ്യത്യസ്ത പരിപാടികൾ. മിസ്ല വുദൂഇൽ വുറൂദി അലൽ മലാബിസ്, വസ്ത്രങ്ങളിൽ പനിനീർ പൂക്കൾ വെക്കുന്നത് പോലെയുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അന്ന് നടക്കും. അതുപോലെ തന്നെ വലബ്സു സിയ നെഹ്റു, നെഹ്റുവിൻ്റെ വേഷമണിയൽ നടക്കും. വഗൈറഹ, മറ്റു പ്രവർത്തനങ്ങൾ. അപ്പം അന്ന് നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. എന്താണ്? റോസാപ്പൂവ് ഡ്രസ്സിൽ വെക്കുക, നെഹ്റുവിൻ്റെ വേഷമണിയ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ അന്ന് നടക്കും. വക്കദാലിക, അതുപോലെ തന്നെ തജ്രി, അന്ന് നടക്കും തൗഇയത്തുൻ, ഒരു ബോധവൽക്കരണം, അൻ ഹുഖൂഖിൽ ഔലാദ്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അന്ന് നടക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ ഉള്ളത്. ഇതുപോലെ നിങ്ങളും അപ്പോൾ നോട്ട് ബുക്കിൽ യൗമു ഈദുൽ അത്ഫാൽ എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ആ കുറിപ്പ് ചെയ്യാം. ഇനി നോക്കുക. അപ്പോൾ 37-ാമത്തെ പേജിലാണ് നമ്മളുള്ളത്. 37-ാമത്തെ പേജിലെ ആദ്യത്തെ ശിശുദിനത്തെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മറ്റൊരു ചിത്രം കാണാം. ഇതാരാണ്? ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചിത്രം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടാണ്. അധ്യാപക ദിനത്തിന് അറബി പറയുന്ന വാക്ക് അൽ യൗമുൽ വത്വനിയു ലിൽ മുദരിസീൻ, ദേശീയ അധ്യാപക ദിനം. അൽ യൗമുൽ വത്വനിയു ലിൽ മുദരിസീൻ,
ദേശീയ അധ്യാപക ദിനം. അതെന്നാണ്? അത് സെപ്റ്റംബർ 5 അല്ലേ? ഒന്നാമത്തെ സൂചന അതാണ്, സെപ്റ്റംബർ 5. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ രണ്ടാമത്തെ പേജ് വാചകം അദ്ദക്തൂർ രാധാകൃഷ്ണൻ. ഇത് രാധാകൃഷ്ണൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ആ ദിവസം. ആ ദിവസത്തിന്റെ പേര് അൽ യൗമുൽ വത്വനിയ്യു ലിൽ മുദരിസീൻ, ദേശീയ അധ്യാപക ദിനം. അടുത്തത് ആരായിരുന്നു? രാധാകൃഷ്ണൻ എന്നാണ്. റഈസു ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ രാഷ്ട്രപതി. റഈസു ജംഹൂരിയത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രപതി. റഈസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ്. റഈസു ജംഹൂരിയത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി. അടുത്തത് തൗഇയത്തുൻ അൻ ഫളീലത്തി തദ്രീസി വൽ മുദരിസീൻ. അന്ന് നടക്കുന്ന ഒരു പ്രവർത്തനം എന്താണ്? തൗഇയത്തുൻ, ബോധവൽക്കരണം. ആ വാക്ക് നമ്മൾ നേരത്തെയും കേട്ടു അല്ലേ? അൻ ഫളീലത്തി, മഹത്വത്തെപ്പറ്റി, അത്തദ്രീസി, അധ്യാപനത്തിൻ്റെ, വൽ മുദരിസീൻ, അധ്യാപകരുടെയും, അധ്യാപനത്തിൻ്റെയും അധ്യാപകരുടെയും മഹത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് അന്ന് നടക്കുന്നത്. അടുത്തത് മുദരിസുൻ മിസാലിയുൻ, മാതൃകാ അധ്യാപകൻ. അപ്പോൾ രാധാകൃഷ്ണൻ മുദരിസുൻ മിസാലിയായിരുന്നു, മാതൃകാ അധ്യാപകനായിരുന്നു. ഈ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതുപോലെ ഹെഡിങ് എഴുതിയിട്ട് അൽ യൗമുൽ വത്വനിയ്യു ലിൽ മുദരിസീൻ ഹെഡിങ് എഴുതിയിട്ട് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കണം. മാഷ് എഴുതിയ കുറിപ്പൊന്ന് കാണിക്കാം, അതുപോലെ നിങ്ങളും തയ്യാറാക്കുക. നോക്കൂ, അൽ യൗമുൽ വത്വനിയ്യു ലിൽ മുദരിസീൻ, ദേശീയ അധ്യാപക ദിനം. യുഹ്തഫലുൽ യൗമുൽ വത്വനിയ്യു ലിൽ മുദരിസീന ഫി സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്നത്, അല്ലെങ്കിൽ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്നു. ഹുവ യൗമു മീലാദി ദക്തൂർ എസ് രാധാകൃഷ്ണൻ, അത് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. വക്കാന റഈസു ജംഹൂരിയത്തിൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. വകദാ മുദരിസൻ മിസാലി, അതുപോലെ മാതൃകാ അധ്യാപകനുമായിരുന്നു. തജ്രി ഫി ദാലിക്കൽ യൗമി, ആ ദിവസം നടക്കുന്നു ബറാമിജ മുഖ്തലിഫ, വ്യത്യസ്ത പരിപാടികൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലേ? മുഖ്തലിഫ, വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നു. മിസില, ഏതുപോലെയുള്ള, ഉദാഹരണത്തിന് തക്രീമിൽ മുദരിസീന വഗൈറഹ, അധ്യാപകരെ ആദരിക്കുന്നത് പോലെയുള്ള, വഗൈറഹ, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു. വകദാലിക, അതുപോലെ തജ്രി അന്ന് നടക്കുന്നു. തൗഇയത്തുൻ, ബോധവൽക്കരണം, അൻ ഫളീലത്തി തദ്രീസ്, അധ്യാപനത്തിന്റെ മഹത്വത്തെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങളും അന്ന് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ പോയിന്റുകളൊക്കെ ഒന്നിനൊന്ന് കണക്റ്റാണ്. മറ്റേ ഓരോന്നിലും വന്നത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചില വാക്കുകളൊക്കെ. ഇത് നിങ്ങൾക്ക് എഴുതി സ്വന്തം പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് ഈ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും ഏർപ്പെടുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. അപ്പോൾ ഇത് കുറിപ്പുകളൊക്കെ നോട്ട് ബുക്കിൽ തയ്യാറാക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ വർക്കുകളൊക്കെ ഭംഗിയായിട്ട് അതും ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.